പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു പോവുകയാണ്. കുറ്റ്യാടി തണൽ കരുണ സ്കൂളിലെ ഒരു കലോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഒരു കവാടം കാണുക. നയൻതാരയുണ്ട് നമുക്കിപ്പം കോഴിക്കോട് നിന്ന്. നയൻതാര, ഈ കാഴ്ച കണ്ടാൽ തീർച്ചയായും പഴയകാലത്തേക്ക് പോവും ആളുകൾ. അതൊക്കെ അറിയുന്നവരല്ലേ, ഓലയിൽ ഇങ്ങനെ കൗതുകങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരുടെ എണ്ണം ഇപ്പോൾ നോക്കിയാൽ വളരെ കുറവായിരിക്കും. പണ്ടൊക്കെ എല്ലാവർക്കും ഓല മെടയാനും ഓല പന്തുണ്ടാക്കാനും ഒക്കെ അറിയായിരുന്നു. ഇപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്തവരെ ഒന്ന് അഭിനന്ദിക്കുക തന്നെ വേണം. ഒപ്പം ഭിന്നശേഷി കുട്ടികളുടെ ഒരു കലോത്സവമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് കൂടുതലല്ലേ ഒരു കൗതുകവും സന്തോഷവും ഒക്കെ നൽകുന്ന നിലയിൽ ആ വേദി ഒരുക്കിയതും വളരെ നല്ല കാര്യമാണ്. ഇതാരൊക്കെയാണ് ഇതിന് പിന്നിൽ, എങ്ങനെ ആ കാഴ്ചകളെ ആ കുഞ്ഞുങ്ങളൊക്കെ സ്വീകരിച്ചു? ദിവീഷ് പറഞ്ഞ പോലെ പണ്ട് കാലത്ത് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ഇതുപോലെ നാട്ടിൽ കിട്ടുന്ന ഓല, അതുപോലെ കുരുത്തോലൊക്കെ ഉപയോഗിച്ചാണ് അലങ്കരിച്ചിരുന്നത്. ഇന്ന് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ വളരെ ആഡംബരം കാണിച്ച് ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഈ കുറ്റ്യാടിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ അവർക്കൊക്കെ ഒരു അത്ഭുതം നൽകുന്ന രീതിയിലായിരുന്നു. ഇത് കുറ്റ്യാടി തണൽ കരുണ സ്കൂളിലെ കുട്ടികൾ, ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവ വേദിക്കരിയിൽ ഒരുക്കിയ ഒരു കവാടമാണ്, സ്വാഗത കവാടമാണ്. അവിടെ എത്തുന്നവർക്ക് എല്ലാവർക്കും അവിടെ സ്റ്റേജിൽ കുട്ടികളുടെ പരിപാടി നടക്കുന്നു. ആ പരിപാടി കണ്ട് മനസ്സ് നിറഞ്ഞതുപോലെ തന്നെ വേദിക്കരികിൽ ഒരുക്കി ഈ സ്വാഗത കവാടം കാണുമ്പോൾ അവർക്ക് മനസ്സ് നിറയാണ്. ഒരു പ്രകൃതി സ്നേഹികൾക്ക് കൺകുളിർക്കെ കണ്ടു നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരുക്കിയത് കരുണ സ്കൂളിൻ്റെ കോർഡിനേറ്ററായ PV അബ്ദുൾ ലത്തീഫ് എന്ന് പറയുന്ന മാഷാണ്. മാഷ് പേരോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ ചിത്രകലാ അധ്യാപകനായിരുന്നു. വലിയൊരു ചിത്രകലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 3 പേര്, നാട്ടിലുള്ള 3 പേരും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു കവാടം നിർമ്മിക്കുന്നതിന് നാട് എല്ലാവരും ഒത്തുചേർന്ന് എന്നുള്ളതാണ്. കാരണം ഭിന്നശേഷി കുട്ടികളുടെ പരിപാടി കലോത്സവം അതിഗംഭീരമാക്കണമെന്ന് നാട് ഒരുമിച്ച് ചേർന്നെടുത്തൊരു തീരുമാനമാണ്. ഇതിൻ്റെ കൂടെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഇതിൻ്റെ കൂടെ ചേർന്നു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ഏകദേശം 3 ദിവസം എടുത്തു എന്നാണ് അധ്യാപകൻ പറയുന്നത് ഈ ഒരു കരവിരുത് ഒരുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ശാസ്ത്രമേളകളിൽ, സ്കൂൾ ശാസ്ത്രമേളകളിൽ അല്ലെങ്കിൽ മറ്റ് മേളകളിലൊക്കെയാണ് നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെ കാണാറുള്ളത്. ഒരുപക്ഷെ ഈ ഒരു കാഴ്ച ഈ അടുത്ത കാലത്തൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദിവീഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് കല്യാണ വീടുകളിലൊക്കെ, എൻ്റെ അറിവിലില്ല, അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണ വീടുകളിലൊക്കെ കുരുത്തോലകൾ കൊണ്ടും അതുപോലെ ഈ ഓല മടഞ്ഞ് ആ രീതിയിലൊക്കെ അലങ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കരവിരുത് കണ്ടപ്പം ആ കഥകളൊക്കെ ഞാൻ ഓർത്തു. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ, കുട്ടികളുടെ പരിപാടി മനോഹരമാക്കുന്നതിന് വേണ്ടി അബ്ദുൾ ലത്തീഫ് സാറ് ഒരുക്കിയ കവാടം ഏറെ ശ്രദ്ധേയമായി. കുറ്റ്യാടിക്കാർക്ക് ഇതൊരു ചർച്ചാ വിഷയമായി. അവരെല്ലാവരും മനസ്സ് നിറയിക്കുന്ന രീതിയിലുള്ളൊരു കവാടമാണ് ഈ പരിപാടിക്ക് വേണ്ടി ഒരുക്കിയത്. എല്ലാവർക്കും വളരെ സന്തോഷമായി എന്ന് തന്നെ മനസ്സിലാക്കുന്നു.